പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. ചാരിറ്റബിൾ ട്രസ്റ്റ് സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് വിവേക്. സ്ഥലം കോട്ടയം. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നു. ഓക്കെ. എൻ്റെ പേര് അക്ഷയ്. പഠിക്കുക. സ്ഥലം കോട്ടയം. എല്ലാവരും കോട്ടയം. കോട്ടയല്ല, തൊടുപുഴ. അച്ചു ഇവിടെ തിരുവനന്തപുരത്ത്. എറണാകുളം. തൃശ്ശൂർ. പലരും പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് ചെറിയ രീതിയിൽ പരിചയപ്പെടാം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസർ നിങ്ങളിൽ നിന്ന് കിട്ടും എന്നൊരു പ്രതീക്ഷ, നല്ല പ്രതീക്ഷയുണ്ട്. കാര്യം ഫേസ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി. അറിയാവുന്നുള്ള ആൻസർ 20 സെക്കൻഡിനുള്ളിൽ പറയണം. ആരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. ഓക്കെ, മനസ്സിലായോ? സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഏതാണ്? മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഏതാണ്? നിങ്ങളൊക്കെ സാധാരണ ചൂടുന്ന തേക്കുന്ന പൂവാണ്. ലാസ്റ്റ് പൂ ഉണ്ട്. ഫസ്റ്റ് ഷാമ്പു കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജീവനില്ലാത്ത എനിക്ക് 5 വിരലുകൾ ഉണ്ട്, ആരാണ് ഞാൻ? ജീവനില്ല എനിക്ക്, പക്ഷെ എനിക്ക് 5 വിരലുകൾ ഉണ്ട്, ആരാണ് ഞാൻ? ജീവനില്ലാത്ത എനിക്ക് 5 വിരലുകൾ ഉണ്ട്, ആരാണ് ഞാൻ? ആരാണ്? ലേഡീസ് ഫിംഗറല്ല. ജീവനില്ലാത്ത എനിക്ക് 5 വിരലുകൾ. ഗ്ലൗസ് കറക്റ്റ് ആൻസർ ആണ്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ? നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടോ? കുറച്ച് കൂടുതലുണ്ട്. എത്ര പറഞ്ഞോ? അത്ര എങ്ങനെ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ജീവിതകാലം മുഴുവനും സുന്ദരനായിരിക്കാൻ എന്ത് ചെയ്യണം? കുളിച്ച് കുട്ടപ്പനാ, അതെങ്ങനെ ഉണ്ടെന്ന് അല്ല, ജീവിതകാലം മുഴുവൻ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസറായി. നേരത്തെ എവിടെയോ കേട്ടിട്ടുണ്ട്? ഇല്ല. അച്ഛനോടും അമ്മയോടും പറയണമായിരുന്നു എനിക്ക് സുന്ദരൻ എന്ന് പേരിടാത്തത് എന്താന്ന്. എനിക്ക് എല്ലാവരും എന്നെ സുന്ദരൻ എന്ന് വിളിച്ചുകൊണ്ടിടുന്നതിന്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മനുഷ്യന്മാർ താമസിക്കുന്ന വനം ഏതാണ്? നമ്മൾ മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു വനം ഏതാണ്? യൗവനം അല്ല, താമസിക്കുന്നത് വൃന്ദാവനം. കൊള്ളാം കേട്ടോ, നല്ല ആൻസർ അത്. കോമൺ ആയിട്ടുള്ള ഒരു വനമുണ്ട്, നമ്മളിപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. ഒരാൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ, അത് ഏത് വനം? ഞാൻ വനത്തിലുള്ളതല്ലല്ലോ. വനം നമ്മളവിടെയാണ് താമസിക്കുന്നത്, ആ ഒരു വനത്തിൽ. വനം, മനുഷ്യന്മാർ താമസിക്കുന്ന വനം, നമ്മൾ താമസിക്കുന്ന വനം. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അതിൻ്റെ മറ്റൊരു പേര് ആലോചിച്ചാൽ മതി. ഭവനം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി, ആരാണ്? ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി. കഴിക്കുന്ന സാധനമാണ്, രാവിലെയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പുട്ട് കറക്റ്റ് ആൻസർ. അമ്മേൻ്റെ അടുത്ത് നിന്ന് എന്നും പുട്ടാണ് ഇഷ്ടം. പുട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരാളാണ്. ഒരു സാധനം, അത് ഇതുപോലത്തെ ഒരു വൃത്തിയുണ്ട് സാധനം ലോകത്തില്ല. അപ്പൊ രണ്ടുപേരും ഭയങ്കര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 2 പേർക്കും 2 പോയിന്റ് വീതം കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എങ്ങനെ എഴുതിയാലും ശരിയാകാത്തത് എന്താണ്? തെറ്റ്. എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ ഈ ക്വസ്റ്റ്യൻ? എവിടെ കേട്ടിട്ടുണ്ട്, കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ്? നമുക്കൊക്കെ സാധാരണ ചില സമയത്തൊക്കെ ഈ ഒരു പക്ഷി ഉണ്ടാകാറുണ്ട്, വരാറുണ്ട്. ഈക്കിളി കറക്റ്റ് ആൻസർ. ആരോ പറഞ്ഞു പറഞ്ഞതല്ലേ. അപ്പോൾ വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 9 സ്റ്റാറുകൾ ഉള്ള സിനിമാ നടി ആരാണ്?
നയൻതാര. ഇവിടെ അല്ലേ ആദ്യം പറഞ്ഞേ നയൻ. മൊത്തം പറഞ്ഞ് തീർക്കാൻ പറ്റിയില്ലെങ്കിലും ആൾ ആൻസർ പറഞ്ഞായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ്റെ താമസിക്കാൻ പറ്റാത്ത റൂം ഏതാണ്? നമുക്ക് ആ റൂമിൽ താമസിക്കാനേ പറ്റൂല. മഷ്റൂം. മഷ്റൂം കറക്റ്റ് ആൻസർ. ടോപ്പായി. അഡ്ജസ്റ്റ് ചെയ്യാം. ബാത്റൂമിലൊക്കെ താമസിക്കാം. ആ അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത്? വൈ കറക്റ്റ് ആൻസറാണ്. എങ്കിലും എന്തായിരുന്നു പേര്? വിവേകാണ് ഇന്നത്തെ എൻജോയ് പ്രോഗ്രാമിന്റെ വിജയ്. 4 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. ഇന്നത്തെ എൻജോയ് പ്രോഗ്രാമിന്റെ വിജയ് ആരാ? വിവേകണ്ണനാ. എൻജോയ് പ്രോഗ്രാമിന്റെ വിജയിയായ വിവേകിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം. ഇന്നത്തെ എൻജോയ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.